എന്റെ ഓർമ്മകളെ ചില എന്നെ കൊണ്ടും പറ്റില്ലടാ. അതുകൊണ്ടല്ലേ നീ അമ്മ അവനോട് ക്ഷമിക്കും കേട്ടോടാ. ക്ഷമിക്കടാ മോനെ. മോളെ എന്തു മോളെ? അതവൻ ഏട്ടൻ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? മോള് കാര്യം പറ. ഏട്ടൻ എന്നോട് ആദ്യയുടെ അമ്മ ആരാന്ന് ചോദിച്ചു. ഏട്ടൻ എങ്ങനെയൊക്കെയോ എല്ലാം അറിഞ്ഞിട്ടുണ്ട്. ആദ്യം എന്റെ മോനല്ലെന്ന് ചോദിച്ച് ബഹളം വെച്ചു. പിന്നെ നടന്നതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തു. ആരാ മോളെ അവനോട് അതൊക്കെ പറഞ്ഞത്? എനിക്കറിയില്ല അമ്മ. ഏട്ടനൊരു ഭ്രാന്തനെ പോലെ ആയിരുന്നു. കൈ കെട്ടി ഇതെല്ലാം വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു. ഞങ്ങളെ കൊല്ലുമെന്ന് വരെ പറഞ്ഞു. ഞാനും ശരവണനും പേടിച്ചു പോയമ്മ. എന്നിട്ടിപ്പോ അവൻ എവിടെ? അത് കഴിഞ്ഞപ്പോ റൂമിൽ കയറി വാതിലടച്ചതാ. ഇതുവരെ തുറന്നിട്ട് പോലും ഇല്ല. എനിക്ക് പേടിയാവുന്ന അമ്മ. ഏട്ടൻ എന്നെ കൊല്ലും. മോള് പേടിക്കാതെ. മോനെ കൊണ്ട് വാതിലടച്ച് നീ കുറ്റിയിട്ടോ. എന്ത് പ്രശ്നം ഉണ്ടായാലും വാതിൽ തുറക്കരുത്. ഒരു കാരണവശാലും ഇന്ന് രാത്രി നീ ആ മുറിയിൽ നിന്നും പുറത്തിറങ്ങരുത്. മോള് ആദ്യം എവിടെ? ആദി മുറിയിലുണ്ട്. മോള് അമ്മ പറഞ്ഞതുപോലെ ചെയ്യ. നാളെ നേരം വിളിക്കുന്നതിന് മുൻപ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം നമുക്ക്. അമ്മ പറയുന്നത് ചെയ്യും മോളെ. പിന്നെ അവൻ ചിലപ്പോ കരയും, ചിലപ്പോ ബഹളം കാണിക്കും. നിന്നെ പുറത്തെത്തിക്കാനുള്ള സകലാടവും കാണിക്കും. ഇറങ്ങരുത്. ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത്. ശരവണ, ദാ ഇന്നലെ രാത്രി
ഏട്ടൻ പുറത്തിറങ്ങിയോ? ഇല്ലമ്മ, ഇതുവരെയൊക്കെ അവർ വെളിയിൽ വന്നതേ ഇല്ല. അമ്മ രാത്രി പിന്നെയും വിളിച്ചു. കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. വെളിയിൽ വരുമ്പോൾ അവരോட നിലമ എപ്പടിയാ இருக்குன்னு നമുക്ക് சொல்ல முடியாது ജ്യോതി. മോൾ എപ്പടിയാവത് ഒരു വണ്ടി വിളിച്ച് സീക്കിരം ഹോസ്പിറ്റലിലേക്ക് പോ. അവർ എഴുന്നേറ്റ് വരുമ്പോൾ ഉന്നെ കാണ വേണ്ട. കുഴപ്പമില്ല ശരവണ. എത്ര നേരം ഇങ്ങനെ പേടിച്ച് മുറിക്കകത്ത് പൂട്ടിയിരിക്കും? കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അല്ല മോളെ, സുജാത വിളിച്ചായിരുന്നോ? നേരം വെളുത്തിട്ട് വിളിച്ചിട്ടില്ല. അല്ല, ഇന്ന് നിത്യയുടെ ഡിസ്ചാർജ് അല്ലേ? അവൻ ഹരിയെ അവൻ നേരത്തെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയായിരുന്നേ. അല്ല, ജീവൻ എവിടെ? ഏട്ടൻ എഴുന്നേറ്റില്ല. അമ്മാവ, എന്നെ അനുഗ്രഹിക്കണം. ഓ, നന്നായിട്ട് വാ. ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയത്. ആഹാ. ഓ, ഇപ്പൊ സമയം നോക്കിയപ്പോഴാ ഇന്ന് ഡിസ്ചാർജ് അല്ല. വാച്ചു ഇല്ലേ? ഓ, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തണം. ആ. അമ്മാവ, ഹരി എവിടെ? അല്ല, അവനെ ഹരി അവൻ ആശുപത്രിയിലോട്ട് പോയായിരുന്നു. ഛേ, ഞാൻ ഹരിയോടൊപ്പം ഹോസ്പിറ്റലിൽ പോകാന്ന് വെച്ചതാ. ജ്യോതി, ചായ ഒന്നും ഇല്ലേ? ഉണ്ട്. അത് ശരി, എന്നിട്ടാണോ? പോയി എടുത്തോണ്ട് വാ. ശരി. ആ പോ. എന്താ ശരവണ നീ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. കേട്ടോ അമ്മാവ, ഓ, നമ്മുടെ വീട്ടിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും അതിന്റെ അളവ് അറിയണമെങ്കിൽ ശരവണന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ചായ. ഓ, ഓ. ചായ. അല്ല മോനെ, ഈ ആശുപത്രിയിലെ എല്ലാരും ഉണ്ടല്ലോ. പിന്നെ അവൻ ഹരി അവനും പോയിട്ടുണ്ട്. അതുകൊണ്ട് മോൻ തിരക്ക് പിടിച്ചൊന്നും അങ്ങോട്ടൊന്നും പോകണമെന്നില്ല. അയ്യോ, പോണമെന്നുണ്ട്. നിത്യയുടെ കാര്യമല്ലേ. എടീ, അമ്മയോട് ചോദിച്ചിട്ടെ നിത്യയ്ക്ക് കുടിക്കാൻ കഞ്ഞിയോ മറ്റോ വേണമെങ്കിൽ അതൊന്ന് റെഡിയാക്കി വെക്കേ, കേട്ടോ? പിന്നെ ശരവണ, സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ? അമ്മ സാർ. വേറെ ഒന്നുമില്ല അല്ലേ? ഓക്കെ. പോലീസ് എന്താ സാറേ? ഇവിടെ ആരാ ജീവൻ? ഞാനാ സാർ. എന്താ സാർ? തന്നോടേ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ എസ് ഐ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നോളാം. കൂട്ടി കൊണ്ടുവരാനാ പറഞ്ഞിരിക്കുന്നത്. അല്ല സാറേ, എന്നെ വിളിപ്പിക്കേണ്ട കാര്യം എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ എസ് ഐ സാർ പറഞ്ഞോളൂ. തമാ. അതെ സാറേ, ഒരാളെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴേ അതിന്റെ കാരണം പറയണമെന്നുള്ള നിയമം ഇല്ലേ? നിങ്ങളാരാ? ഞാൻ വകയിലൊരു അമ്മാവൻ. പിടിച്ചോണ്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പറയണമെന്നൊരു നിയമമുണ്ട്. ഇത് വളരെ മാന്യമായിട്ട് കൂട്ടിക്കൊണ്ടുപോകല്ലേ. അപ്പൊ ഇങ്ങനൊരു ചോദ്യം വേണോ? അല്ല, മാന്യമായിട്ടാണല്ലേ. ജ്യോതി മോളെ, പേടിക്കണ്ട. എന്തെങ്കിലും സംശയം ചോദിക്കാനോ ഏട്ടൻ്റെ കൂട്ടുകാരുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. വാടോ. ശരി.
അല്ല മാന്യമായിട്ടാ, പേടിക്കാവൊന്നുമില്ല. എന്നാ സാർ ഇത്? എതുക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത്? അവർ ഏതാവത് പണിയെടുക്കുമോ? തെരിയില്ലേ? അറിയില്ല. ഏട്ടന്റെ സ്വഭാവം എന്താണെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അന്വേഷണത്തിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണും. ഞാൻ എന്തായാലും ഹരിയെ ഒന്ന് വിളിക്കട്ടെ. സമാധാനമായിട്ടിരിക്കും മോള്. ഇങ്ങ് താമ. നിത്യ, ആർ യു ഓക്കെ നൗ? ഓക്കെയാണ് മാഡം. റിപ്പോർട്ടെല്ലാം നോർമൽ ആയിട്ടുണ്ട്. ഞാൻ ഡിസ്ചാർജ് എഴുതാൻ പറയാം. ഒരു ദിവസം ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ എന്ന് കരുതിയാ ഞാനിവിടെ കിടത്തിയത്. 2-3 ദിവസം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ടെൻഷനൊന്നും അടിക്കണ്ട. താൻ നല്ല എഡ്യൂക്കേറ്റഡ് ആയ കുട്ടിയല്ലേ, ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിക്കേ. ശരി മാഡം. സിസ്റ്റർ, ഡിസ്ചാർജ് എഴുതിക്കോളൂ. ശരി ഡോക്ടർ. ബില്ലിങ്ങിനും മറ്റുമായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഡോക്ടറിന് അങ്ങനൊക്കെ പറയാം. ഇതും കേട്ടോണ്ട് നമ്മുടെ വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ലല്ലോ. ഏറ്റവും വലിയ ടെൻഷൻ അവിടെയല്ലേ. ഹലോ. എടാ ഹരി, ഞാൻ കുറെ നേരമായിട്ട് നിന്നെ വിളിക്കുവാ. എടാ നിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താ മാവ? കുറച്ചു മുമ്പ് ഇവിടെ പോലീസുകാർ വന്നിരുന്നേ. എന്തിന്? എടാ അവര് വന്നിട്ടേ ജീവൻ ആരാണെന്ന് ചോദിച്ചു. എടാ SI സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അവര് വണ്ടി കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അമ്മാവൻ അവരോടൊന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ പോലീസുകാരുടെ സ്വഭാവം നിനക്കറിയാമല്ലോ. ഏതാ വിളിപ്പിച്ചതല്ലേ ഉള്ളൂ, അറസ്റ്റ് ചെയ്തില്ലല്ലോ എന്നാണ് അവര് പറഞ്ഞത്. അല്ല ഇതിപ്പോ ആ ജീവന്റെ സ്വഭാവം വെച്ച് അറസ്റ്റ് ആണോ അല്ലയോ എന്ന് ആർക്കറിയാം. അതിലിരിപ്പ് അങ്ങനെയാണല്ലോ. എടാ ഹരി, പിന്നെ ശരവണനെ അയാളിപ്പോ ഇവിടുന്ന് പുറപ്പെട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. നീയെ സുജാതയോട് ഒന്ന് ആലോചിച്ചിട്ട് പോയി അന്വേഷിക്കണോ വേണമെന്നോ ഒന്ന് തീരുമാനിക്കും. ശരി എന്നാ. തലയ്ക്ക് വഴിയില്ലാതെ പിടിച്ച പോലീസുകാർ എന്ത് ചെയ്യാനാ? എന്താ ഹരി? അവിടെ വീട്ടില് ജീവൻ അന്വേഷിച്ച് പോലീസുകാർ വന്നിരുന്നു. അവര് ജീവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തെങ്കിലും ചെയ്തോളൂ, അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്നവരെ അന്വേഷിച്ച് പോലീസ് വരില്ലല്ലോ. ഹരി, എന്താ കാര്യം ഒന്ന് പോയി അന്വേഷിക്കോ? ആരെങ്കിലും ഒന്ന് അന്വേഷിച്ച് പോവാതെ എങ്ങനെയാ? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാനാ പോലീസും കോടതിയും ഒക്കെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയില് ജീവൻ ഒരു തെറ്റും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ.
അതുകൊണ്ടാ പോയി അന്വേഷിക്കാൻ പറയുന്നത്. ഹരിക്ക് പറ്റുമോ? അതോ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ തന്നെ പോണോ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ശരവണൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അയാൾ വന്നോട്ടെ. എന്തേലും കണ്ട നാട്ടുകാർ കഥകളൊക്കെ ഉണ്ടാക്കി പറയും. അതൊക്കെ സാധാരണ നടക്കാറുള്ളതാ. ഇതിപ്പോ വീട്ടുകാർ തന്നെ ഇങ്ങനെ. സർ, സാറിവിടെ? ആ സർ, ഇവനാ ജീവൻ. സർ, അതെ സാർ. തൻ്റെ തൊഴിലെന്താ? സാറേ, ഞാനിവിടെ ഒരു കമ്പനിയിൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്യാണ് സാർ. രണ്ട് ദിവസം മുമ്പ് രാത്രി 12 മണിക്ക് ശേഷം നിന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ പുറകിലുണ്ടല്ലോ. എന്തായിരുന്നു അവിടെ കാര്യം? അയ്യോ സാറേ, ഞാൻ അവിടെയൊന്നും പോയിട്ടില്ല സാറേ. സാറേ, സത്യത്തിൽ എനിക്ക് ഈ സെൻട്രൽ സ്റ്റേഡിയം അറിയത്ത് പോലുമില്ല. ഈ സിറ്റിയിൽ നീ എവിടേക്ക് പാതിര സഞ്ചാരം നടത്തുന്നുണ്ട്, സ്ഥിരമായിട്ട് ആരൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാടാ. സാർ, സാർ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് സാർ ജീവിക്കുന്നത്. സാർ, സന്ധ്യയ്ക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്താറുണ്ട് സാർ. പിന്നെ ഞാനങ്ങനെ പുറത്തിറങ്ങാറില്ല സാർ. ദാ, ഈ പെൺകുട്ടി അറിയുന്നു. സാറേ, ഇത് അറിയോ അറിയില്ലേ? അറിയാം, അറിയാം സാർ. ആരാ? സാർ, ഒരു നേഴ്സാണ്. ഇവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നിട്ടുണ്ട് സാർ. ദാ, ഈ ഡോക്ടറുടെ ഹോസ്പിറ്റൽ. അതെ സാർ. ഡോക്ടർ പോയിക്കോളൂ. ആവശ്യം ഞാൻ വിളിപ്പിച്ചോളാം. ശരി, താങ്ക് യു സർ. ഓക്കെ. ഈ പെൺകുട്ടിയുടെ പേരെന്താ? സാറേ, ഞാൻ അവരോട് പേരൊന്നും ചോദിച്ചിട്ടില്ല. നീന, അതാണ് അവളുടെ പേര്. ഓ, ആ, പേര് നീ മറന്നിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ പേര് മറക്കുന്നതാണ് നല്ലതെന്ന് നിനക്ക് തോന്നി അല്ലടാ? അയ്യോ, എന്താ സാറേ, കാര്യം എന്താണെന്ന് പറയാതെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ. ആ, നിന്റെ നിഷ്കളങ്കമൊക്കെ ഗംഭീരാവുന്നുണ്ട്. ഇവളും നീ എന്താണ് ബന്ധം? എന്ത് ബന്ധം? ഒന്നുമില്ല സാറേ. പിന്നെന്തിനാണ് അടിക്കടി നീ താമസിച്ച സ്ഥലത്ത് അവള് വരുന്നത്? ഞാൻ താമസിക്കുന്ന സ്ഥലത്തോ?
സാറേ അവിടെ ഒന്നും ആരും വരത്തില്ല സാറേ. ഇവളിപ്പോൾ എവിടെ ഉണ്ട്? സാറേ എനിക്കെങ്ങനെ അറിയാനാ സാർ? യെസ്, അറിയില്ല അല്ലേ? അവള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലുകാർക്കറിയില്ല, സുഹൃത്തുക്കൾക്കറിയില്ല, വീട്ടുകാർക്കും അറിയില്ല. അപ്പോൾ പിന്നെ അവളവിടെ പോയി. ഒന്നുകിൽ അവളായിട്ട് നാട് വിടണം, അല്ലെങ്കിലേ മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്യണം. നീ അവൾ എന്ത് ചെയ്തു എന്നാ ഞങ്ങൾക്കറിയേണ്ടത്. സാറേ ഞാൻ കാണാതായ ദിവസം അവൾ ഇറങ്ങിയത് നിന്റെ വീട്ടിലേക്കാ, നിന്നെ കാണാൻ. കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന ആൻസറുണ്ട് കുറ്റം മറയ്ക്കാനൊന്നും ശ്രമിക്കണ്ട. സാറേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് സാറേ. സാറേ ഹോസ്പിറ്റലെല്ലാവരും എന്നോട് നല്ല രീതിയിൽ പെരുമാറിയത്. ഈ നേഴ്സും അങ്ങനെ തന്നെ ആയിരുന്നു സാറേ. അല്ലാതെ ഞാൻ ഒരു തവണ പോലും അവരെ ഫോൺ പോലും ചെയ്തിട്ടില്ല സാറേ. സാറേ അവരുടെ നമ്പർ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഒരു മാൻ മിസ്സിംഗ് പെറ്റീഷന്റെ ഗൗരവം എന്താണെന്ന് അറിയോ നിനക്ക്? കാണാതായ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ അവസാനമായിട്ട് ആരെയാണോ കണ്ടത് അയാളിലേക്ക് ചോദ്യങ്ങളും അന്വേഷണങ്ങളും നീളും. അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിനക്കൊന്നും അറിയില്ല?